നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. മറ്റൊന്നും കൊണ്ടല്ല, സ്ഥിരം പല്ലവി തന്നെ. മാധ്യമങ്ങളെ ഒന്നടങ്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ മുഖ്യമന്ത്രിയുടെ രംഗപ്രവേശനം. അതായത്, സ്വയം മുഖം മെനുക്കാനായി നടത്തിയ അഭിമുഖത്തിൽ വീണ്ടും കൺട്രോൾ വിട്ട് സ്വയം ട്രോളാൻ അവസരമൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പായി അഭിമുഖവുമായി എത്തിയതായിരുന്നു. പക്ഷേ പിണറായിയുടെ ശോഭം കൊണ്ടാണ് ഇത്തവണയും സൈബർ ഇടത്തിൽ ശ്രദ്ധ നേടിയത്. റിപ്പോർട്ടർ ടി വി ചീഫ് എഡിറ്റർ നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. നിലപാടുകളിൽ സ്വയം വിമർശനം വേണോ എന്ന ചോദ്യമാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. ഇരട്ടച്ചങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ലെന്ന് മറന്നുപോയോ? എന്നാ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടെന്താ, മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം മുഴുവൻ. മാധ്യമങ്ങൾ നിരന്തരം മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സ്വയം വിമർശനം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരമുണ്ട്. അതിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത്? മാധ്യമങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ എന്ന വ്യക്തിയെയാണോ ആക്രമിക്കുന്നത്? LDF എന്ന മേഖലയെ തന്നെയല്ലേ തകർക്കാൻ ശ്രമിക്കുന്നത്? അതല്ലേ വസ്തുത? അതെന്താണ് മറന്നു പോകുന്നതെന്നും പറഞ്ഞ് ഇരട്ടച്ചങ്കൻ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു മാധ്യമം ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ രണ്ട് കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ. ആ രണ്ട് കൂട്ടരിൽ UDF-ഉം BJP-യും മാത്രമേ ഉള്ളൂ. അവസാനം LDF-ന്റെ ഒരു പാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് LDF-ലെ പന്ന്യൻ രവീന്ദ്രനാണല്ലോ. അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ്. അത് പിണറായി വിജയനോടുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ടാണോ? ഇതാണ് സ്വീകരിക്കുന്ന രീതി. ഇത് സാധാരണ നില വിട്ടിട്ടുള്ളതാണ്. ആ നില സ്വീകരിക്കുന്നതിന് അത്തരം ആളുകളാണ് സ്വയം വിമർശനം നടത്തേണ്ടത്. അതാണ് വിഷയമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മാധ്യമങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉയർന്നിട്ടും ഇത്തരം കാര്യങ്ങളിൽ മാറ്റമില്ലാത്തതിനെ കുറിച്ചും പിണറായി പ്രതികരിച്ചു. മാധ്യമ വിമർശനം ഉന്നയിച്ചാലും ഇതിനൊന്നും മാറ്റം വരില്ല. കാരണം ഇതൊരു നിലപാടല്ലേ, അതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതല്ലേ, അതിനൊരു മാറ്റവുമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോൾ ആ നില തന്നെ തുടർന്നു പോകണോ? അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച സർക്കാരുകൾ ഉണ്ടായി? ഈ നാടിന് പുരോഗതിയല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അധോഗതിയുടെ ഘട്ടത്തിൽ നിന്നും പുരോഗതിയുടെ ഘട്ടത്തിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത്? അതല്ലേ നമ്മുടെ അനുഭവം. മുഖ്യമന്ത്രി പറഞ്ഞു, അതെ അതെ, ഇരട്ടച്ചങ്കൻ പറയുന്നതാണ് ശരി, അതങ്ങ് സമ്മതിച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ അടുത്തത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ പുരോഗതിയാണേ. ഇവിടെ ഒരു സാമ്പത്തിക ഞെരുക്കവും ഇല്ല. നമ്മൾ ഇവിടെ സുഖിക്കുക. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭയിലെ മന്ത്രിമാർ. ഇവരൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ ശ്രീലങ്കയ്ക്ക് നമ്മളൊരു വെല്ലുവിളിയാവും.